ഐറയിൽ നിങ്ങളൊരു തിരക്കഥ എഴുതുകയാണെങ്കിൽ ആ ഒരു തിരക്കഥയിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ഒരു AI ഫിലിമാക്കി മാറ്റാൻ പറ്റും. നിങ്ങൾ എങ്ങനെയാണ് ആ ഒരു സിനിമ ഡയറക്റ്റ് ചെയ്യുന്നതെന്ന് പ്രൊഡക്ഷൻ ഹൗസുകളെ നിങ്ങൾക്ക് വിഷ്വൽ പ്രൂഫായിട്ട് കാണിച്ചു കൊടുക്കാനായിട്ട് പറ്റും. ഇന്ത്യയിലെ പല പ്രൊഡക്ഷൻ കമ്പനികളിലേക്കും കഥ പറയാനായിട്ട് നിങ്ങൾക്ക് ഐറയിലൂടെ തന്നെ അപ്പോയിൻമെൻറ്റ് എടുക്കാനായിട്ട് പറ്റും. തിരക്കഥ എഴുതാൻ നേരം ടെക്നിക്കലി നിങ്ങൾ എന്തെല്ലാം പ്രോബ്ലമാണ് ഫേസ് ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ട് ഞാൻ നേരത്തെ ഒരു പോൾ റൺ ചെയ്തിരുന്നു. അതിൽ 47% ആൾക്കാരും പറഞ്ഞത് പേപ്പറിൽ എഴുതിയ തിരക്കഥ പിന്നീട് DTP ചെയ്യാൻ കൊടുക്കുന്നതാണ് ഏറ്റവും വലിയ തലവേദന എന്നാണ്. 11% ആൾക്കാർ പറഞ്ഞത് അവർ ഗൂഗിൾ ഡോക്കിൽ തിരക്കഥ എഴുതിയിട്ട് പിന്നീട് അതിനെ ഈ പറഞ്ഞ രീതിയിൽ സ്ക്രീൻ പ്ലേയുടെ പ്രോപ്പർ ഫോർമാറ്റിലേക്ക് മാറ്റുന്നതാണ് ഒരു പ്രശ്നമെന്ന് പറഞ്ഞു. 20% ആൾക്കാർ പറഞ്ഞത് മലയാളത്തിൽ തിരക്കഥ ടൈപ്പ് ചെയ്യുന്നതാണ് പ്രശ്നമെന്ന് പറഞ്ഞു. 22% ആൾക്കാർ പറഞ്ഞത് അവരുടെ തിരക്കഥ സോഫ്റ്റ്വെയറിൽ എഴുതുകയാണെങ്കിൽ അത് ആരെങ്കിലും അടിച്ചു മാറ്റും എന്നുള്ള ടെൻഷൻ ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ തിരക്കഥാകൃത്തുക്കൾ ഈ പറയുന്ന എല്ലാ പ്രശ്നങ്ങളും ഫേസ് ചെയ്യുന്നുണ്ടല്ലേ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ പറഞ്ഞ എല്ലാ പ്രശ്നങ്ങളും ഞാൻ സോൾവ് ചെയ്തിരിക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു സ്ക്രീൻ റൈറ്റിംഗ് സോഫ്റ്റ്വെയർ തന്നെ ബിൽഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ കേരളത്തിലെ തിരക്കഥ എഴുതുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഒരു റൈറ്ററായിട്ടുള്ള ഞാൻ തന്നെ ഇത് ബിൽഡ് ചെയ്യുന്ന സമയത്ത് വെറുതെ ഇതങ്ങ് ബിൽഡ് ചെയ്താൽ പോരാ, പകരം എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഗുണമുള്ള കാര്യം ഇതിൽ ആഡ് ചെയ്യണമെന്ന് എനിക്ക് തോന്നിയിരുന്നു. അങ്ങനെ പറയുകയാണെങ്കിൽ ഞാനും നിങ്ങളെപ്പോലെ തിരക്കഥ എഴുതുന്ന ഒരാളാണ്. കുറേയധികം വർഷങ്ങളായിട്ട് ഞാൻ സിനിമയിലേക്ക് കയറാനായിട്ട് എൻ്റെ കയ്യിലുള്ള കഥകളും തിരക്കഥകളും എല്ലാം കൊടുത്തിട്ട് സിനിമയാക്കാൻ ശ്രമിക്കുകയാണ്. ഇപ്പോഴും അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്ര നാളത്തെ ആ ഒരു ജേണിയിൽ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് പറയുന്നത്, നിലവിൽ മലയാള സിനിമ എന്ന് പറയുന്നത് അത് കുറച്ച് ആൾക്കാരുടെ കയ്യിലാണ്. അതായത് ഓൾറെഡി സിനിമയിലുള്ള കുറേയധികം ആൾക്കാരുടെ കയ്യിൽ അവരാണ് ശരിക്കും അവരുടെ ആൾക്കാർക്ക് മാത്രം ആക്സസിബിൾ ആയ രീതിയിൽ അതിനെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. പുറത്തുനിന്ന് ഒരു ഗോഡ് ഫാദറോ ഒരു ബന്ധങ്ങളോ ഇല്ലാത്ത ഒരാൾക്ക് സിനിമയിലേക്ക് കയറണമെങ്കിൽ കുറച്ച് പാടാണെന്നുള്ളതാണ് അല്ലേ. ഞാനിത് വെറുതെ പറയുകയല്ല, നിങ്ങൾക്കും അറിയാം. നിങ്ങളിൽ പല ആൾക്കാർ ഇത്തരത്തിൽ തിരക്കഥ എഴുതി കയ്യിൽ കൊണ്ട് നടന്നിട്ടും സിനിമയാവാതെ സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാരുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ഇത്തരം റൈറ്റേഴ്സ് നേരിടുന്ന ഈ ഒരു പ്രശ്നം എന്ന് പറയുന്നത് റിയലാണ്. ഈ ഒരു പ്രോബ്ലം ഇപ്പം നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഭൂരിഭാഗം റൈറ്റേഴ്സ് നേരിടുന്ന ഈ ഒരു വലിയ പ്രശ്നത്തെ എങ്ങനെ സോൾവ് ചെയ്യാമെന്ന് ചിന്തിച്ചെടുത്താണ് ഐറ എന്ന് പറയുന്ന ഒരു സൊല്യൂഷൻ എനിക്ക് കിട്ടിയത്. അതായത് സാധാരണ ഒരു സ്ക്രീൻ പ്ലേ റൈറ്റിംഗ് സോഫ്റ്റ്വെയർ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ അത് നിങ്ങൾ തിരക്കഥ എഴുതുന്നു, പ്രിൻ്റ് ഔട്ട് എടുക്കുന്നു, പരിപാടി കഴിഞ്ഞു. എന്നാൽ നിങ്ങൾ ഐറയിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ നിങ്ങളൊരു തിരക്കഥ എഴുതുകയാണെങ്കിൽ അത് തിരക്കഥ എഴുതി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കതിനെ ഒരു കംപ്ലീറ്റ് AI ഫിലിമായിട്ട് ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ നിങ്ങൾ ജനറേറ്റ് ചെയ്ത ആ ഒരു AI ഫിലിമും നിങ്ങളുടെ കംപ്ലീറ്റ് തിരക്കഥയും ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇന്ത്യയിലെ പല പ്രൊഡക്ഷൻ കമ്പനികളിലേക്കും കഥ പറയാനായിട്ട് നിങ്ങൾക്ക് ഐറയിലൂടെ തന്നെ അപ്പോയിൻമെൻറ്റ് എടുക്കാനായിട്ട് പറ്റും. ഇതാണ് ഐറ മുന്നോട്ട് വെക്കുന്ന ആ ഒരു സൊല്യൂഷൻ. അതായത് ഐറ നിങ്ങളെ തിരക്കഥ എഴുതാൻ ഹെൽപ്പ് ചെയ്യുക മാത്രമല്ല, നിങ്ങളൊരു തിരക്കഥ എഴുതി കഴിഞ്ഞിട്ട് അത് സിനിമയാക്കാൻ വേണ്ടി ശരിയായ കാര്യങ്ങളിൽ എത്തിക്കാനും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ബിൽഡ് ചെയ്ത ഐറ എന്താണെന്നാണ് ആദ്യം പറയാൻ പോകുന്നത്. മറ്റൊരു സ്ക്രീൻ റൈറ്റിംഗ് സോഫ്റ്റ്വെയറിനും ഇല്ലാത്ത എന്തെല്ലാം ഫീച്ചേഴ്സും പ്രത്യേകതയുമാണ് ഐറയ്ക്കുള്ളതെന്ന് പറയുന്നുണ്ട്. ഇതിനൊപ്പം തന്നെ ഞാൻ ഈ പറഞ്ഞ സ്ക്രിപ്റ്റ് കൊടുത്തിട്ട് അതിനെ AI ജനറേറ്റഡ് ഫിലിം ആക്കിയിട്ട് പ്രൊഡക്ഷൻ കമ്പനികളിലേക്ക് പിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ഫീച്ചർ, അതിലേക്കുള്ള എയർലി ആക്സസ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് വേണമെങ്കിൽ എന്ത് ചെയ്യണമെന്നും വീഡിയോയുടെ അവസാനം പറയുന്നുണ്ട്. ഞാൻ അമലക്ഷി. അങ്ങനെയാണെങ്കിൽ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. IRAscripts.in എന്ന് സെർച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റിലേക്ക് വരാനായിട്ട് പറ്റും. ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സൈൻ ഇൻ ടു ഐറ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. അതായത് നിങ്ങളുടെ ഗൂഗിൾ ID ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. ഞാൻ ജസ്റ്റ് ലോഗിൻ ചെയ്ത് കാണിക്കാം. അപ്പോൾ നമ്മൾ ഐറയുടെ ആ ഒരു ഡാഷ്ബോർഡിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും, ആദ്യം തന്നെ ഒരു വെൽക്കം നോട്ട്, ഹലോ അമൽ എന്ന് പറഞ്ഞിട്ടൊരു വെൽക്കം നോട്ട് ഇവിടെ കാണാൻ പറ്റും. താഴേക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്റ്റാർട്ട് റൈറ്റിംഗ് എന്നുള്ളൊരു ആക്ഷൻ ബട്ടൺ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ സ്ക്രീൻ പ്ലേയുടെ പേരെന്താണോ എന്ന് നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാൻ പറ്റുന്നതാണ്. ഞാനിവിടെ ജസ്റ്റ് ടെസ്റ്റ് എന്ന ആ ഒരു പേര് കൊടുക്കുകയാണ്. എന്നിട്ട് സ്റ്റാർട്ട് റൈറ്റിംഗ് ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഇവിടേക്ക് നോക്കി നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ ആ ഒരു സ്ക്രീൻ പ്ലേ എഴുതേണ്ട ആ ഒരു ഡാഷ്ബോർഡ് ഓപ്പണായി വന്നിട്ടുണ്ട്. അപ്പോൾ സാധാരണഗതിയിൽ തിരക്കഥ എഴുതാൻ നേരം ഞാൻ എപ്പോഴും ഈ ഒരു വൈറ്റ് സ്ക്രീനിലേക്ക് നോക്കിയാൽ നമുക്ക് കണ്ണിന് കേടാണല്ലേ. അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും ഒരു ഡാർക്ക് മോഡിലാണ് തിരക്കഥ എഴുതാറുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ ഒരു ലൈറ്റ് മോഡിൽ നിന്ന് ഡാർക്ക് മോഡിലേക്ക് മാറ്റാനായിട്ട് മുകളിൽ ഒരു ബട്ടൺ ഉണ്ട്. ഇതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ കംപ്ലീറ്റ്ലി ഇത് ഡാർക്ക് മോഡിലേക്ക് മാറുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഡാഷ്ബോർഡിൽ നമുക്ക് തിരക്കഥ എഴുതി നോക്കിക്കൊണ്ട് എന്തെല്ലാം ഫീച്ചേഴ്സാണ് ഐറ തരുന്നത് നമുക്ക് നോക്കാം. അപ്പം ആദ്യം തന്നെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും സീൻ ഹെഡിങ് എഴുതണം അല്ലേ. അപ്പം സീൻ ഹെഡിങ് ഞാനിപ്പോൾ റഫ് ഒരു സീൻ ഹെഡിങ് എഴുതിയാണ്. ഇവിടെ ആക്ഷനാണ് നമ്മൾ എഴുതാൻ പോകുന്നത്. അതായത് തിരക്കഥയിൽ എന്താണോ കണ്ണുകൊണ്ട് കാണുന്നത് അല്ലെങ്കിൽ ആ ഒരു വിഷ്വലി കാണുന്ന എന്തൊക്കെയാണോ അതാണ് ഈ പറയുന്ന ആക്ഷൻ എന്ന് പറയുന്ന സെക്ഷനിൽ എഴുതേണ്ടത്. അപ്പോൾ നിങ്ങൾ മലയാളം ടൈപ്പിംഗ് ISM ടൈപ്പിംഗ് അറിയാവുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് മലയാളത്തിൽ ഇവിടെ സ്ക്രീനിൽ ടൈപ്പ് ചെയ്യാൻ പറ്റുന്നതാണ്. എന്നാൽ എല്ലാ ആൾക്കാർക്കും മലയാളം ടൈപ്പിംഗ് അറിയില്ല എന്നുള്ളതാണ് സത്യം അല്ലേ. അപ്പോൾ ഈ ഒരു കേസിൽ പല ആൾക്കാരും എന്താ ചെയ്യുന്നത്, മംഗ്ലീഷിൽ ടൈപ്പ് ചെയ്യുമില്ലേ. അങ്ങനെ മംഗ്ലീഷിൽ ടൈപ്പ് ചെയ്ത് നിങ്ങളൊരു സ്ക്രീൻ പ്ലേ ഒരാൾക്ക് കൊടുക്കുകയാണെങ്കിൽ അതിനൊരു പ്രൊഫഷണാലിറ്റി കാണിക്കില്ല. അപ്പോൾ പലർക്കും വേണ്ട എന്താ മലയാളം ടൈപ്പ് ചെയ്യുക എന്നുള്ളതാണ്. എന്നാൽ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. ഐറയിൽ നിങ്ങൾക്ക് മലയാളം ടൈപ്പിംഗ്
ടൈപ്പിംഗ് അറിയില്ല, ISM ടൈപ്പിംഗ് അറിയില്ലെങ്കിൽ പോലും സിമ്പിളായിട്ട് ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്തുകൊണ്ട് മലയാളത്തിലേക്ക് മാറ്റാനായിട്ട് പറ്റും. അതിന് വേണ്ടിയിട്ട് മുകളിൽ മാ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്, ആ ഒരു ബട്ടണുണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്മാർട്ട് ടൈപ്പിംഗ് ഓൺ എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സ്മാർട്ട് ടൈപ്പിംഗ് ഓൺ ആക്കി വെച്ചിട്ട് നിങ്ങൾ മംഗ്ലീഷിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് അത് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് തരുന്നതായിരിക്കും. കണ്ടില്ലേ, ഞാനിവിടെ മംഗ്ലീഷിൽ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് സ്പേസ് എൻ്റർ ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ആ ഒരു വേർഡ് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ആയി മാറുകയാണ്. ഇങ്ങനെ നിങ്ങൾക്ക് കംപ്ലീറ്റ് സ്ക്രീൻ പ്ലേ, മലയാളം ടൈപ്പിംഗ് അറിയാത്ത ഒരാളാണെങ്കിൽ പോലും മംഗ്ലീഷിൽ കംപ്ലീറ്റ് നിങ്ങളുടെ സ്ക്രീൻ പ്ലേ താഴേക്ക് ടൈപ്പ് ചെയ്ത് പോകാൻ പറ്റുന്നതാണ്. അങ്ങനെ നിങ്ങളുടെ തിരക്കഥയിൽ വേണ്ട ആക്ഷൻ എന്താണോ അതെല്ലാം തന്നെ നിങ്ങൾക്ക് ഇവിടെ ടൈപ്പ് ചെയ്ത് പോകാൻ പറ്റുന്നതാണ്. അതിനുശേഷം നിങ്ങളുടെ തിരക്കഥയിൽ ഒരു ക്യാരക്ടർ വന്നിട്ട് ഒരു ഡയലോഗ് പറയാൻ പോവുകയാണെങ്കിൽ മുകളിൽ ക്യാരക്ടർ എന്നുള്ള ആ ഒരു ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് കർസർ ആ ഒരു സ്ക്രീനിൻ്റെ നടുക്കേക്ക് വരും, ആ ഒരു ഫോർമാറ്റിലേക്ക് വരും. എന്നിട്ട് നിങ്ങളുടെ ക്യാരക്ടറിൻ്റെ പേര് എന്താണോ അത് നിങ്ങൾക്ക് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ്. ഞാനിവിടെ ജസ്റ്റ് സണ്ണി എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് നിങ്ങൾ എൻ്റർ അടിക്കുകയാണെങ്കിൽ ആ ഒരു ക്യാരക്ടറിന് പറയാനുള്ള ഡയലോഗ് എന്താണോ ആ ഒരു ഡയലോഗിൻ്റെ ഭാഗത്തേക്ക് വരുന്നതാണ്. ഇനി നിങ്ങൾ വീണ്ടും എൻ്റർ അടിക്കുകയാണെങ്കിൽ വീണ്ടും ആക്ഷൻ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് സ്ക്രീൻ പ്ലേ ടൈപ്പിംഗ് എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും ഇങ്ങനെ ഈ ഒരു മൗസ് കൊണ്ടുപോയി മുകളിലും താഴെയും ക്ലിക്ക് ചെയ്യുന്നതിന് പകരമായിട്ട് ടാബ് എന്ന് പറയുന്ന ഷോർട്ട് കട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇതിനെ ഷിഫ്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. ഇപ്പോൾ ഇവിടേക്ക് നോക്കി നിങ്ങൾക്ക് കാണാൻ പറ്റും, ഷോർട്ട് കട്ടിൽ ടാബ് സൈക്കിൾ ഫോർമാറ്റ് എന്നുണ്ട്. അതായത് സിമ്പിളാണ്. നിങ്ങൾ ടാബ് ഞെക്കുകയാണെങ്കിൽ ഇപ്പോൾ കർസർ ഉള്ളത് ആക്ഷനിലാണല്ലേ, നിങ്ങൾ ടാബ് ഞെക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക് അത് അടുത്ത ക്യാരക്ടറിലേക്ക് പോകും. ഞാനത് ചെയ്ത് കാണിച്ചു തരാം. ആക്ഷൻ, ഞാൻ ടാബ് ഞെക്കുന്നു, അടുത്ത ക്യാരക്ടറിൻ്റെ പേര് വരുന്നു. ഞാൻ വീണ്ടും ടാബ് ഞെക്കുന്നു, അടുത്ത ആ ഒരു ക്യാരക്ടറിൻ്റെ പാരാന്തറ്റിക്കൽ വരുന്നുണ്ട്. ഞാൻ ജസ്റ്റ് എന്തെങ്കിലും എഴുതുകയാണ്. അതിനുശേഷം ഞാൻ വീണ്ടും ടാബ് ഞെക്കാൻ നേരത്ത് ആ ഒരു ഡയലോഗ് വരുന്നു. അങ്ങനെ നിങ്ങൾക്ക് മൗസ് ഉപയോഗിക്കാതെ ടാബ് മാത്രം ക്ലിക്ക് ചെയ്തുകൊണ്ട് കണ്ടിന്യൂസ് തിരക്കഥ എഴുതാൻ പറ്റുന്നതാണ്. ഇനി നിങ്ങൾക്ക് ടാബല്ല, മറ്റൊരു കീ ആണ് നിങ്ങൾക്ക് കസ്റ്റം ഷോർട്ട് കട്ടായിട്ട് ഉപയോഗിക്കേണ്ടതെങ്കിൽ മുകളിലേക്ക് വരികയാണെങ്കിൽ ഒരു സെറ്റിംഗ്സ് ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓരോന്നിനും നിങ്ങൾക്ക് കസ്റ്റം ഷോർട്ട് കട്ട് ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ആക്ഷൻ ഉണ്ട്, ക്യാരക്ടർ ഉണ്ട്, ഡയലോഗ് ഉണ്ട്, ഇതിനെല്ലാം തന്നെ ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് കസ്റ്റം ഷോർട്ട് കട്ട് സേവ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ്. അത് ഉപയോഗിക്കാനായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഈ ഒരു സ്ക്രീൻ പ്ലേ ടൈപ്പ് ചെയ്തു, അങ്ങനെ ആ ഒരു സീൻ തീർന്നു. ഇനി അടുത്ത സീനിലേക്കാണ് നിങ്ങൾക്ക് പോകേണ്ടത്. അടുത്ത സീനിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ തന്നെ ഒരു നെക്സ്റ്റ് സീൻ എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതിൽ നിങ്ങൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ ഒരു ട്രാൻസിഷൻ വരും. അതായത് കട്ട് ടു എന്നുള്ള ട്രാൻസിഷൻ ഓട്ടോമാറ്റിക്കായിട്ട് വന്നു, അടുത്ത സീൻ ഹെഡിങ്ങും അവിടെ ഓപ്പൺ ആവും. നിങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, അടുത്ത സീൻ ഹെഡിങ്ങിലേക്ക് പോയിട്ട് അത് എന്താണെന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഇങ്ങനെ നിങ്ങൾക്ക് എത്ര സീൻ വേണമെങ്കിലും താഴേക്ക് എഴുതാം. അതായത് നെക്സ്റ്റ് സീൻ കൊടുക്കുകയാണെങ്കിൽ വീണ്ടും അടുത്തത് വരും, നെക്സ്റ്റ് സീൻ കൊടുക്കുകയാണെങ്കിൽ വീണ്ടും അടുത്തത് വരും. അങ്ങനെ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും താഴേക്ക് സീൻ ആഡ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് പറ്റുന്നതാണ്. അങ്ങനെ നിങ്ങൾ ഈ ഒരു സ്ക്രീൻ പ്ലേ കുറേ അധികം പേജുകൾ, ഒരു 150 പേജുകൾ എഴുതി വന്ന സമയത്താണ് ഇടയ്ക്ക് ഒരു സീൻ ആഡ് ചെയ്യാനായിട്ട് നിങ്ങൾ മറന്നു പോയതായിട്ട് ശ്രദ്ധപ്പെടുന്നത്. അന്നേരം നിങ്ങൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, നേരെ വരിക, ഈ ഒരു കർസർ എവിടെയാണോ നിങ്ങൾക്ക് സീൻ ആഡ് ചെയ്യേണ്ടത് അവിടെ കൊണ്ട് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ആഡ് സീൻ എന്നൊരു ഓപ്ഷൻ അവിടെ വരുന്നതാണ്. അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാമെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് അതിനിടയ്ക്ക് ഒരു സീൻ ഹെഡിങ് ഓപ്പൺ ആയി വരുന്നതാണ്. അവിടെ നിങ്ങൾക്ക് അടുത്ത സീൻ ഹെഡിങ് എന്താണോ അത് എൻ്റർ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ്. അപ്പോഴും ഈ പറയുന്ന ആ ഒരു ട്രാൻസിഷൻ ഓട്ടോമാറ്റിക്കായിട്ട് കട്ട് ടു എന്ന് അവിടെ വരുന്നതാണ്. ആ ഒരു ട്രാൻസിഷൻ നിങ്ങൾക്ക് മാറ്റിയിട്ട് മറ്റെന്തിലേക്ക് മാറ്റണമെങ്കിൽ, ഫേഡിനിലേക്കോ അല്ലെങ്കിൽ മറ്റെന്തിലേക്ക് മാറ്റണമെങ്കിൽ അത് നിങ്ങൾക്ക് ഇവിടെ മാനുവലി പോയിട്ട് എഡിറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ്. ഇനി മറ്റൊരു ഫീച്ചറാണ് സ്ക്രീൻ കാർഡ്സ് എന്ന് പറയുന്നത്. അതായത് ഇവിടേക്ക് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീൻ കാർഡ്സ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു തിരക്കഥയുടെ മുഴുവൻ ഓരോ സീനെയും ഓരോ കാർഡാക്കിയിട്ട് ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾ എത്ര സീനുകൾ എഴുതുന്നോ അത്രയും കാർഡ്സ് ഇവിടെ ബിൽഡ് ആവുന്നതാണ്. ഇപ്പോൾ ഇവിടെ നിങ്ങൾ 100 സീൻ എഴുതിയിട്ടുണ്ടെങ്കിൽ 100 കാർഡ്സ് ഇവിടെ ബിൽഡ് ആവുന്നതാണ്. അപ്പോൾ ഈ ഓരോ കാർഡിലേക്ക് നോക്കി നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഇവിടെ ആദ്യത്തെ സീൻ ഇൻറ്റീരിയർ കോളേജ് ഡേ ആണെന്നുള്ളതുകൊണ്ട് ആ ഒരു സീൻ ഹെഡിങ് ഇവിടെയുണ്ട്, അതിൻ്റെ ആ ഒരു ചെറിയ ആ ഒരു ഡിസ്ക്രിപ്ഷനും താഴെ ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു സീനിലേക്ക് പോകണം, അതായത് നിങ്ങളൊരു 200 പേജുള്ള കുറേ അധികം സീനുകളുള്ള തിരക്കഥ എഴുതിയിട്ടുണ്ട്, ഇടയ്ക്ക് പെട്ടെന്ന് നിങ്ങൾക്ക് ഒരു സീനിലേക്ക് പോകണമെങ്കിൽ സ്ക്രോൾ ചെയ്തിട്ട് എവിടേക്കാണ് പോകേണ്ടത് അതിൽ ക്ലിക്ക് ചെയ്യാം. ഞാനിപ്പോൾ നേരെ താഴേക്ക് വന്നിട്ട് ഈ ഒരു പാർട്ടി ഓഫീസ് എന്നുള്ള ആ ഒരു സീനിൽ ക്ലിക്ക് ചെയ്യാണ്, ഓട്ടോമാറ്റിക്കായിട്ട് ആ ഒരു പാർട്ടി ഓഫീസ് എന്നുള്ള ആ ഒരു സീനിലേക്ക് പോയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഈ ഒരു സീനുകളെ കളർ വെച്ചിട്ട് ഗ്രൂപ്പ് ചെയ്യാനായിട്ട് പറ്റും. അതായത് ഇപ്പം ഒരു സീൻ കാർഡിലേക്ക് വരുന്നു, ഇവിടെ നിങ്ങൾക്ക് ഒരു വെള്ള കളർ ആ ഒരു ഡോട്ട് കാണാം, അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇവിടെ കുറേ അധികം കളർ ഓപ്ഷൻസ് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു റെഡ് കളർ ഇതിന് കൊടുക്കുകയാണ്. ആ ഒരു റെഡ് കളർ ഞാൻ ഇതിന് കൊടുത്തപ്പോൾ തന്നെ ആ ഒരു സീൻ ഹെഡിങ്ങിൽ അവിടെ ഒരു റെഡ് കളർ വീണിട്ടുണ്ട്. ഇനി ഞാൻ അടുത്തതിന് മറ്റൊരു ബ്ലൂ കളർ കൊടുക്കുകയാണ്, ആ ഒരു ബ്ലൂ കളർ ഇവിടെ വന്നിട്ടുണ്ട്. അങ്ങനെ എല്ലാ സീനുകൾക്കും ഓരോ കളർ കൊടുത്തിട്ട് നമുക്ക് ഗ്രൂപ്പ് ചെയ്യാനായിട്ട് പറ്റും. ഇത് മാത്രമല്ല ഈ കാർഡ്സ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഓരോ സീനും ഇഷ്ടാനുസരണം അറേഞ്ച് ചെയ്യാനും പറ്റും. അതായത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇവിടെ കാണുന്ന 5ാമത്തെ സീൻ പാർട്ടി ഓഫീസിൽ സീനാണ്. അപ്പോൾ ഈ ഒരു സീനിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ കുറേ അധികം കണ്ടന്റ് ഉണ്ടെന്ന് വിചാരിക്കുക. ഈ കണ്ടന്റ് ഈ എൻ്റെയർ സീനെ നിങ്ങൾക്ക് 1ാമത്തെ സീനിലേക്ക് കൊണ്ടെത്തിക്കണം. സാധാരണഗതിയിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഈ പറയുന്ന സീൻ മുഴുവൻ കോപ്പി ചെയ്തിട്ട് അവിടെ കൊണ്ടുപോയി 1ാമത്തെ സീനിൻ്റെ അടുത്ത് കൊണ്ടുപോയി പേസ്റ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത് അല്ലേ. അത് കുറേ അധികം ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ്. എന്നാൽ ഇവിടെ നിങ്ങൾ അങ്ങനെ ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. നേരെ ഈ 5ാമത്തെ സീൻ കാർഡിലേക്ക് പോവുക, അതിൽ
ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് നേരെ മുകളിലേക്ക് ഡ്രാഗ് ചെയ്താൽ മതി. അങ്ങനെ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നാമത്തെ സീനിലേക്ക് ആ പാർട്ടി ഓഫീസിൻ്റെ സീനെ കൊണ്ടെത്തിക്കാൻ പറ്റുക. നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഒന്നാമത്തെ സീനായിട്ട് ആ ഒരു പാർട്ടി ഓഫീസ് വന്നിട്ടുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് ഈ കാർഡ്സ് ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെ ഈസി ആയിട്ട് റീഅറേഞ്ച് ചെയ്യാൻ പറ്റുന്നതാണ്. ഇവിടെ നിങ്ങൾ റീഅറേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് ഇപ്പുറത്ത് അത് മാറുന്നതുമായിരിക്കും. അടുത്തത് ഇനി ഒരു ഗംഭീര ഫീച്ചറാണ്. അതായത് നിങ്ങൾ തിരക്കഥാകൃത്താണ്, നിങ്ങൾ ഒറ്റയ്ക്കല്ല തിരക്കഥ എഴുതുന്നത്, നിങ്ങളും നിങ്ങളുടെ 3-4 കോ റൈറ്റേഴ്സുമായിട്ട് ഒരുമിച്ചാണ് തിരക്കഥ എഴുതുന്നത്. എന്നാൽ നിങ്ങൾ പല സ്ഥലങ്ങളിലാണുള്ളത്. നിങ്ങൾക്ക് ഒരേ സമയം ഈ ഒരു ഐറ ഉപയോഗിച്ചുകൊണ്ട് ഒരേ സമയം ഗൂഗിൾ ഡോക്കിലൊക്കെ നമ്മൾ ടൈപ്പ് ചെയ്യില്ലേ, അതേപോലെ ഒരേ സമയം റിയൽ ടൈം കൊളാബറേഷൻ ചെയ്തുകൊണ്ട് റൈറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ ഇതിനുവേണ്ടി നിങ്ങൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, വളരെ സിമ്പിളാണ്. നേരെ മുകളിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ കോ റൈറ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഐറയിൽ അക്കൗണ്ട് എടുത്തിട്ടുള്ള നിങ്ങളുടെ ആ ഒരു കോ റൈറ്ററിൻ്റെ ഇമെയിൽ ID എന്താണോ അത് നിങ്ങൾ ജസ്റ്റ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ എൻ്റെ ഇമെയിൽ ID ടൈപ്പ് ചെയ്തിട്ട് ഇൻവിറ്റേഷൻ സെൻഡ് ചെയ്യുകയാണ്. യെസ്, അപ്പോൾ ഇവിടെ ഇൻവിറ്റേഷൻ സെൻഡ് ആയെന്ന് കാണിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാൻ ആ ഒരു മറ്റേ അക്കൗണ്ടിലേക്ക് ലോഗിൻ ചെയ്തിട്ട് അവിടെ എന്താണ് സംഭവിക്കുന്നത് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ആ ഒരു അക്കൗണ്ടിലേക്ക് വന്നിരിക്കുകയാണ്. മറ്റൊരു ബ്രൗസർ ഓൺ ആക്കിയിട്ട് സഫാരി ഓൺ ആക്കിയിട്ട് കാണിച്ചു തരികയാണ്. അപ്പോൾ ഇവിടേക്ക് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഇതിൻ്റെ ഡാഷ്ബോർഡിൽ മുകളിൽ ഒരു നോട്ടിഫിക്കേഷൻ, ഒരു ബെൽ ഐക്കണിൽ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ട് കാണാൻ പറ്റും. അപ്പോൾ അതിലേക്ക് ക്ലിക്ക് ചെയ്യാം. അതിലേക്ക് ക്ലിക്ക് ചെയ്യാൻ നേരത്തെ ടെസ്റ്റ് എന്നാണ് നമ്മൾ ആ ഒരു പ്രൊജക്റ്റിൻ്റെ പേര് കൊടുത്തിരുന്നത്. ആ ഒരു ടെസ്റ്റ് വന്നിട്ടുണ്ട്. ഫ്രം അമൽ അക്ഷയ് എന്നുള്ള എൻ്റെ പേരും കാണിക്കുന്നുണ്ട്. ഞാനത് ജസ്റ്റ് അക്സെപ്റ്റ് ചെയ്യുകയാണ്. ഞാനത് അക്സെപ്റ്റ് ചെയ്ത സമയത്ത് ഈ ഒരു ഡാഷ്ബോർഡിൽ ആ ടെസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു പ്രൊജക്റ്റ് വന്നിട്ടുണ്ട്. അതിൽ കാണാൻ പറ്റുന്നുണ്ട് ജോയിൻഡ് എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. ഞാൻ ജസ്റ്റ് അതിലേക്ക് ക്ലിക്ക് ചെയ്യുകയാണ്. അതിലേക്ക് ഞാൻ ക്ലിക്ക് ചെയ്ത സമയത്ത് എന്താണോ ഇപ്പുറത്തെ അക്കൗണ്ടിൽ നമ്മൾ ടൈപ്പ് ചെയ്ത് വെച്ചിരുന്ന അതേ സ്ക്രിപ്റ്റ് ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുന്നത്. ആദ്യത്തെ സീൻ പാർട്ടി ഓഫീസ്, രണ്ടാമത്തെ സീൻ ഒരു കോളേജ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. എക്സാക്റ്റായിട്ട് ഈ ഒരു ഡോക്കിൽ എന്താണോ കണ്ടത് അത് തന്നെയാണ് നിങ്ങൾ ഇവിടെയും കാണുന്നത്. ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ വൈറ്റ് മോഡിലേക്കും ഡാർക്ക് മോഡിലേക്കും മാറ്റാനായിട്ട് പറ്റുന്നതാണ്. ഇനി ഈ പറയുന്ന ഡോക്കിൽ ഇതിൻ്റെ ഓണർ എന്ത് ചേഞ്ചസ് വരുത്തിയാലും അത് അപ്പോൾ തന്നെ അപ്പുറത്തെ ഡോക്കിലും റിഫ്ലക്റ്റ് ആവുന്നതാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് മാറ്റി നോക്കാം. ഞാൻ ഈ ഒരു ഒന്നാമത്തെ സീൻ ഹെഡിങ് മാറ്റിയാണ്. ഞാനിവിടെ ഒന്നാമത്തെ സീൻ്റെ ഹെഡിങ് മാറിയിട്ടുണ്ട്, ഇൻറ്റീരിയർ കലാമണ്ഡലം എന്ന് മാറ്റിയിട്ടുണ്ട്. അപ്പുറത്തേക്ക് നോക്കുകയാണെങ്കിൽ അത് ഇവിടെ അതേപോലെ മാറിയിട്ടുണ്ട്. ഇതുപോലെ തന്നെ എന്തെങ്കിലും ചേഞ്ച് ഈ ഒരു പേജിൽ കൊണ്ടുവരികയാണെങ്കിൽ അതും അപ്പുറത്ത് റിഫ്ലക്റ്റ് ചെയ്യുന്നതാണ്. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ആക്ഷൻ, ഞാനിവിടെ ജസ്റ്റ് ആക്ഷൻ കലാമണ്ഡലം ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ അപ്പുറത്തെ പേജിലേക്ക് പോകുകയാണെങ്കിൽ അത് ഇവിടെ വന്നിട്ടുള്ളതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഒരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഓണറിന് 3 പേരെ വരെ ഇത്തരത്തിൽ ഇൻവൈറ്റ് ചെയ്ത് കൊളാബ് ചെയ്ത് റൈറ്റ് ചെയ്യാൻ പറ്റും. അതായത് നിങ്ങളൊരു പ്രൊജക്റ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉൾപ്പെടെ മൊത്തം 4 പേർക്ക് ഇത്തരത്തിൽ ഒരേ സമയം കൊളാബ് ചെയ്ത് റൈറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആരെല്ലാമാണ് ഓൺലൈനിലുള്ളതെന്ന് അറിയാനായിട്ട് നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ ഇവിടെ കാണാൻ പറ്റും 2 പേര് ലൈവ് എഡിറ്റിംഗ് എന്ന് കാണിക്കുന്നുണ്ട്. അത് ആരെല്ലാമാണെന്ന് അറിയാനായിട്ട് മുകളിൽ ക്ലിക്ക് ചെയ്യാനാണെങ്കിൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. എൻ്റെ ഒരു അക്കൗണ്ടും അതാണ് ഓണർ എന്ന് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എൻ്റെ മറ്റേ അക്കൗണ്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. നിങ്ങൾ എത്ര പേരെ ആഡ് ചെയ്യുന്നു, 4 പേരാണ് മാക്സിമം ആഡ് ചെയ്യാൻ പറ്റുന്നത്. ആ 4 പേരുടെയും പ്രൊഫൈൽ ഇവിടെ കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ആൾക്കാരെ ഇൻവൈറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് വീണ്ടും മെയിൽ ID കൊടുക്കാൻ പറ്റുന്നതാണ്. ഇനി ഓൾറെഡി ഉള്ള ആളെ ഇതിൽ നിന്ന് പുറത്താക്കണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഈ ഒരു ഇൻഡുവിൽ ക്ലിക്ക് ചെയ്യുമെങ്കിൽ ഓട്ടോമാറ്റിക് അവരെ നിങ്ങൾക്ക് റിമൂവ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. ഇനി നിങ്ങൾ ഓണർ അല്ല കൊളാബറേറ്റർ ആണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് എക്സിറ്റ് ചെയ്യണമെങ്കിൽ ഇവിടേക്ക് വന്നിട്ട് ഈ ഒരു ഇതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ലീവ് പ്രൊജക്റ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുമെങ്കിൽ ഈ ഒരു പ്രൊജക്റ്റിൽ നിങ്ങൾക്ക് ലീവ് ആവാനായിട്ട് പറ്റുന്നതാണ്. ഇനി അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ തിരക്കഥ ഫുൾ കംപ്ലീറ്റ് എഴുതിയതിന് ശേഷം അത് പ്രിൻ്റ് ഔട്ട് എടുക്കണമെങ്കിൽ അല്ലെങ്കിൽ PDF-ലേക്ക് എടുക്കണമെങ്കിൽ മുകളിൽ ഇവിടെ PDF എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അതിൽ നിങ്ങൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഒരു ഡോക്ക് PDF ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ PDF ആയിട്ട് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ ബ്ലാക്ക് മോഡിൽ കിട്ടുമെന്നുള്ളതാണ്. സാധാരണ നമ്മളിപ്പം PDF ആയിട്ട് പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് നിങ്ങൾ മൊബൈലിലോ ലാപ്ടോപ്പിലോ തന്നെ വായിക്കാൻ നോക്കുമ്പം അവിടെ അത് ബ്ലാക്ക് മോഡിലേക്ക് മാറില്ല, വൈറ്റിൽ തന്നെ ആയിരിക്കും. നിങ്ങൾക്ക് കണ്ണിന് ബുദ്ധിമുട്ടുണ്ടാവും. എന്നാൽ നിങ്ങൾക്ക് ഇവിടെ ബ്ലാക്ക് മോഡിൽ എടുക്കാൻ പറ്റുമെന്നുള്ളതാണ് ഐറയുടെ ഏറ്റവും വലിയ പ്രത്യേകത. അങ്ങനെ നിങ്ങൾക്ക് കണ്ണിന് കുഴപ്പമില്ലാതെ ഇങ്ങനെ വായിച്ച് നോക്കാനായിട്ട് പറ്റുന്നതാണ്. ഇനി നിങ്ങൾക്ക് പ്രിൻ്റ് ഔട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ലൈറ്റ് മോഡിൽ തന്നെ PDF വേണമെന്നുണ്ടെങ്കിൽ ഇവിടേക്ക് വന്നിട്ട് സ്വിച്ച് ടു ലൈറ്റ് മോഡ് കൊടുത്തിട്ട് ശേഷം നിങ്ങൾ PDF-ൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വൈറ്റ് മോഡിൽ തന്നെ ആ ഒരു തിരക്കഥ കംപ്ലീറ്റ് കിട്ടുന്നതാണ്. ഇത് നിങ്ങൾക്ക് പ്രിൻ്റ് ഔട്ട് എടുക്കാനും ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ ഒരു ഐറയുടെ മറ്റൊരു ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നിങ്ങൾ തിരക്കഥ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് എവിടെയും പോയി സേവ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓട്ടോമാറ്റിക്കായിട്ട് എങ്ങനെയാണോ ഗൂഗിൾ ഡോക്കിൽ നിങ്ങൾ ടൈപ്പ് ചെയ്താൽ സേവ് ആവുന്നത് അതുപോലെ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് സേവ് ആയിക്കോളും. അതായത് നിങ്ങൾ എന്ത് തന്നെ ടൈപ്പ് ചെയ്താലും ഞാൻ ജസ്റ്റ് ടൈപ്പ് ചെയ്യണം, താഴെ നിങ്ങൾക്ക് ഇവിടെ സേവ് ചെയ്യുന്ന കാണിക്കാൻ പറ്റും. കുറച്ച് നേരം ഒരു 3-4 സെക്കൻഡ് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അത് സേവ് ആയിട്ടുണ്ട്. അതായത് നിങ്ങൾ എഴുതുന്ന കംപ്ലീറ്റ് സ്ക്രീൻ പ്ലേ ക്ലൗഡിൽ നിങ്ങളുടെ അക്കൗണ്ടിൽ ക്ലൗഡിൽ തന്നെ സേവ് ആയിരിക്കും. അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇമെയിൽ ID ഉപയോഗിച്ച് നിങ്ങൾക്ക് മാത്രമേ ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി നിങ്ങൾ നേരെ ബാക്കിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ എത്ര പ്രൊജക്റ്റ് വേണമെങ്കിൽ ഇതേപോലെ വീണ്ടും ടൈപ്പ് ചെയ്ത് ഓപ്പൺ ആക്കാനായിട്ട് പറ്റുന്നതാണ്, തിരക്കഥ എഴുതാനായിട്ട് പറ്റുന്നതാണ്. ഇനി നിങ്ങളുടെ തിരക്കഥ നിങ്ങൾ ടൈപ്പ് ചെയ്ത് ഏതെങ്കിലും ഒരു തിരക്കഥ കൈ തട്ടിയിട്ട് അറിയാതെ ഡിലീറ്റ് ആയി പോയെന്ന് വിചാരിക്കുക. അങ്ങനെ ഡിലീറ്റ് ആയി പോയാലും നിങ്ങൾക്ക് ഇവിടെ
ബിൻ എന്നൊരു പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിലേക്ക് വരികയാണെങ്കിൽ ദാ ഈ ബിന്നിൽ 30 ദിവസത്തേക്ക്, അതായത് ഡിലീറ്റ് ആയി കഴിഞ്ഞിട്ട് 30 ദിവസം നിങ്ങളുടെ ആ ഒരു പ്രൊജക്റ്റ് കിടക്കുന്നതായിരിക്കും. അവിടെ വന്നിട്ട് നിങ്ങൾക്ക് ഇതാ റീസ്റ്റോർ കൊടുക്കാമെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ആ ഒരു തിരക്കഥ തിരിച്ചു വരുന്നതാണ്. ഇനി അതല്ല, നിങ്ങൾക്ക് അവിടെ നിന്ന് വേണമെങ്കിൽ എന്താ ഡിലീറ്റ് ഫോർ എവർ കൊടുത്തിട്ട് അത് ഡിലീറ്റ് ചെയ്ത് കളയാൻ പറ്റുന്നതാണ്. ഇനി ഇതിൻ്റെ സെക്യൂരിറ്റിയിലേക്ക് വരികയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ നിങ്ങളുടെ സ്ക്രീൻ പ്ലേ എല്ലാം തന്നെ ഇത്തരത്തിൽ ഗൂഗിളിൻ്റെ ക്ലൗഡ് സ്റ്റോറേജിലായിരിക്കും ഉണ്ടായിരിക്കുക. അത് അവിടെ എൻക്രിപ്റ്റഡ് ആയതുകൊണ്ട് തന്നെ വളരെ സേഫ് ആയിരിക്കും. അതായത് നിങ്ങളുടെ തിരക്കഥ നിങ്ങളുടെ മെയിൽ ഐ ഡി ഉപയോഗിച്ച് നിങ്ങൾ ലോഗിൻ ചെയ്യുമ്പോൾ മാത്രമേ അത് ആക്സസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. മറ്റാർക്കും തന്നെ അത് കാണാനോ അതിലേക്ക് ആക്സസ് ചെയ്യാനോ പറ്റില്ല. അത് ഗൂഗിളിൻ്റെ ആ ഒരു സ്റ്റോറേജിൽ സേഫ് ആയിട്ട് ഉണ്ടായിരിക്കും. ഇനി നിങ്ങളിത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഇഷ്യൂസ് വരികയാണെങ്കിൽ, എന്തെങ്കിലും സപ്പോർട്ട് നിങ്ങൾക്ക് വേണമെന്ന് തോന്നുകയാണെങ്കിൽ താഴെ കാണുന്നത് ഈ ഒരു സപ്പോർട്ട് എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ ആവശ്യം ആ ഒരു ടോപ്പിക്ക് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി ഈ ഒരു ലിസ്റ്റിൽ അതില്ലെങ്കിൽ നിങ്ങൾക്ക് ഓദർ എന്നുള്ള ഓപ്ഷൻ കൊടുക്കാൻ പറ്റുന്നതാണ്. എന്നിട്ട് എന്താണോ നിങ്ങളുടെ ആവശ്യം, നിങ്ങളുടെ മെസ്സേജ് എന്താണോ അത് നിങ്ങൾക്ക് ഇവിടെ ടൈപ്പ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. അങ്ങനെ നിങ്ങൾ ടൈപ്പ് ചെയ്തതിന് ശേഷം ഇവിടെ മെസ്സേജ് സെൻഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ അയച്ചിട്ടുള്ള ഈ ഒരു മെസ്സേജ് ഇതേപോലെ സെൻഡായിട്ട് മെസ്സേജ് സെൻഡ് എന്ന് കാണിക്കുന്നുണ്ട്. ഇത് ഞങ്ങൾക്ക് കിട്ടുന്നതാണ്. ആ ഒരു മെസ്സേജ് എന്താണെന്ന് നോക്കിയിട്ട് നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് 24 മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് അതിനുള്ള റിപ്ലൈ തരികയും അത് സോൾവ് ചെയ്ത് തരികയും ചെയ്യുന്നതായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന ഐറയുടെ ആ ഒരു പ്രോ പ്ലാൻ പർച്ചേസ് ചെയ്യുന്നതിന് എത്ര രൂപയാവും നമുക്ക് നോക്കാം. അതിന് മുമ്പായിട്ട് നമുക്ക് ബാക്കിയുള്ള സ്ക്രിപ്റ്റ് റൈറ്റിംഗ് സോഫ്റ്റ്വെയർസ് നിലവിൽ എത്രയാണ് ചാർജ് ചെയ്യുന്നത് പെട്ടെന്ന് നോക്കാം. അതായത് നമ്മൾ സെൽടെക്സിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ നിങ്ങൾ മാസം $15 സ്ക്രിപ്റ്റ് റൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം കൊടുക്കേണ്ടതുണ്ട്. $15 എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഒരു 1000-1500 രൂപ അവിടെ നിങ്ങൾ കൊടുക്കേണ്ടതുണ്ട്. ഇനി നമ്മൾ ഫൈനൽ ഡ്രാഫ്റ്റിലേക്ക് പോവുകയാണെങ്കിൽ ഫൈനൽ ഡ്രാഫ്റ്റ് എന്ന് പറയുന്ന ആ ഒരു സോഫ്റ്റ്വെയർ സിംഗിൾ ടൈം പർച്ചേസ് ആണ്. നിങ്ങൾക്കൊരു 10,500 രൂപ, ഒരു 10,000 രൂപ കൊടുത്താൽ മാത്രമേ അതും ഇത്തരത്തിൽ പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. നിങ്ങൾ ഇനി ഫെയ്ഡിനിലേക്ക് പോവുകയാണെങ്കിലും അവിടെയും ഒരു 7,500 രൂപ 8,000 രൂപയാണ് അത് പർച്ചേസ് ചെയ്യാനായിട്ട് ചാർജ് വരുന്നത്. ഇനി ഈ പറഞ്ഞ ഫീച്ചർ എല്ലാം കിട്ടുന്ന റൈറ്റർ ഡ്യൂട്ടിൻ്റെ പ്ലാനിലേക്ക് പോവുകയാണെങ്കിൽ അവിടെയും മാസം 1000 രൂപ കൊടുക്കേണ്ടതുണ്ട്. എന്നാൽ ഐറയിലേക്ക് വരികയാണെങ്കിൽ നിങ്ങളിതാ ഐറ പ്രോ എടുക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ ഫീച്ചേഴ്സ് എല്ലാം കിട്ടും. ഇവിടെ ചാർജ് വരുന്നത് വർഷം 2,000 രൂപ മാത്രമാണ്. എന്നാൽ നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് ലോഞ്ച് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് മെയ് 10-ാം തീയതി വരെ ഒരു വലിയൊരു ഡിസ്കൗണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് തരുന്നുണ്ട്. അതായത് ഇവിടേക്ക് വന്നിട്ട് നിങ്ങൾ ജസ്റ്റ് അമൽ 1000 എന്നുള്ള ആ ഒരു കൂപ്പൺ കോഡ് നിങ്ങൾ ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കിതാ ആ ഒരു കൂപ്പൺ കോഡ് അപ്ലൈ ചെയ്തുകൊണ്ട് 999, അതായത് വർഷം 1000 രൂപയ്ക്ക് സെൽടെക്സും മറ്റെല്ലാ ആപ്ലിക്കേഷൻസും മാസം 1000 രൂപ ചാർജ് ചെയ്യുന്ന സമയത്ത് ഇവിടെ വർഷം 1000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ പറഞ്ഞ ഫീച്ചറുകൾ എല്ലാം തന്നെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇത്ര അധികം ഫീച്ചേഴ്സാണ് ഐറ പ്രോ നിങ്ങൾക്ക് നിലവിൽ ഓഫർ ചെയ്യുന്നത്. അപ്പോൾ താല്പര്യമുള്ള ആൾക്കാർക്ക് മെയ് 10-ന് മുമ്പായിട്ട് അമൽ 1000 എന്ന് പറയുന്ന ആ ഒരു കൂപ്പൺ കോഡ് എൻ്റർ ചെയ്യുകയാണെങ്കിൽ 1000 രൂപയ്ക്ക് ഒരു വർഷത്തേക്ക് ഇതിൻ്റെ പ്രോ ലഭിക്കുന്നതാണ്. നിലവിൽ ഇപ്പോൾ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് നേരിടുന്ന പ്രോബ്ലംസ് എന്താണെന്നുള്ള ആ 4 പ്രോബ്ലംസ് ഇതിലൂടെ ഞാൻ സോൾവ് ചെയ്ത് കഴിഞ്ഞു അല്ലേ. അങ്ങനെയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യത്തിലേക്ക് കടക്കാം. അതായത് നിങ്ങൾ ഐറയിൽ ഒരു തിരക്കഥ എഴുതി കഴിഞ്ഞാൽ അത് വെറുതെ എഴുതി തീരുകയല്ല, അത് സിനിമയാക്കാൻ വേണ്ടി നിങ്ങളെ ഹെൽപ്പ് ചെയ്യുമെന്ന് പറഞ്ഞത്. അതിന് വേണ്ടിയിട്ട് ഒരു പുതിയ ഫീച്ചർ കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങളിവിടെ നോക്കുകയാണെങ്കിൽ മേക്ക് ഇറ്റ് എ ഫിലിം എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതിലേക്ക് വന്ന് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ടേൺ യുവർ സ്ക്രിപ്റ്റ് ഇൻടു എ ഫിലിം ബിഫോർ ഷൂട്ടിംഗ്. അതായത് നിങ്ങളൊരു തിരക്കഥ എഴുതി കഴിഞ്ഞിട്ട് അത് എങ്ങനെയാണ് സിനിമയാക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് നിങ്ങൾക്ക് നിലവിൽ വാക്കുകൊണ്ട് പറഞ്ഞവരെ കൺവിൻസ് ചെയ്യാനേ പറ്റൂ അല്ലേ. എന്നാൽ ഇതിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ തിരക്കഥ എടുത്ത് വെച്ചിട്ട് അതിനെ നിങ്ങൾ എങ്ങനെയാണ് ഡയറക്റ്റ് ചെയ്ത് സിനിമയാക്കാൻ പോകുന്നത് ഉപയോഗിച്ചുകൊണ്ട് കംപ്ലീറ്റ് ഒരു ഫിലിം ആക്കിയിട്ട് ആ ഒരു സിനിമ നിങ്ങൾക്ക് ആ ഒരു പ്രൊഡക്ഷനെ കാണിച്ചുകൊണ്ട് പിച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ തന്നെ അവർക്ക് മനസ്സിലാവും നിങ്ങൾ എങ്ങനെയാണ് ഇത് സിനിമയാക്കി എടുക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന്. അത് ഇങ്ങനെ ചെയ്യുമെന്നുള്ളത് ഇവിടെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. അതായത് നിങ്ങളുടെ ആ ഒരു കൊടുത്ത സ്ക്രീൻ പ്ലേയെ അനലൈസ് ചെയ്യും. അനലൈസ് ചെയ്താൽ അതിൽ എത്ര ക്യാരക്ടർ ഉണ്ട്, 10 ക്യാരക്ടർ ഉണ്ടെങ്കിൽ ആ 10 ക്യാരക്ടറും ആരാണ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് വേണ്ട ആവശ്യമുള്ള 3D മോഡൽ ക്യാരക്ടേഴ്സിനെ തന്നെ ബിൽഡ് ചെയ്ത് തരും. ആ 3D മോഡലിനെ നിങ്ങൾക്ക് ആവശ്യമുള്ള രീതിയിൽ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനും ആ ഒരു രീതിയിൽ ലോക്ക് ചെയ്യാൻ സാധിക്കും. പിന്നീട് നിങ്ങളുടെ ആ ഒരു തിരക്കഥയിൽ ഓരോ സീനും എടുത്തിട്ട് നിങ്ങൾക്ക് തന്നെ മാനുവലി ഷോർട്ട് ഡിവിഷൻ ചെയ്യാനുള്ള ഒരു ഇതിനകത്തുണ്ടാവും. അങ്ങനെ ഷോർട്ട് ഡിവിഷൻ ചെയ്ത് നിങ്ങൾക്ക് വേണ്ട ഷോർട്ട് ലിസ്റ്റ് തയ്യാറാക്കി അതിൻ്റെ അടിസ്ഥാനത്തിൽ നേരത്തെ ബിൽഡ് ചെയ്തിട്ടുള്ള ആ ഒരു 3D മോഡൽസിനെ റെഫറൻസ് ആയിട്ട് ഉപയോഗിച്ചുകൊണ്ട് പ്രോപ്പറായിട്ടുള്ള സ്റ്റോറി ബോർഡ് നിങ്ങളുടെ കംപ്ലീറ്റ് സീനിനും ഉണ്ടായിരിക്കും. അങ്ങനെ പ്രോപ്പർ സ്റ്റോറി ബോർഡ് തയ്യാറാക്കിയതിന് ശേഷം ആ സ്റ്റോറി ബോർഡിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് വീണ്ടും നേരത്തെ പറഞ്ഞ ഒരു 3D ക്യാരക്ടേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് അവിടെ ഈ പറയുന്ന രീതിയിൽ ആ ഓരോ സ്റ്റോറി ബോർഡിനെ അനിമേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണ്ട ഓരോ ഷോട്ടും ജനറേറ്റ് ചെയ്യുന്നതായിരിക്കും. അവിടെ ഈ പറഞ്ഞ ആ ഒരു ഷോർട്ട് ലിസ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് ക്യാമറ മൂവ്മെൻറ്റും ക്യാമറയുടെ പൊസിഷനും എല്ലാം തന്നെ മാനുവലി നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ്. അങ്ങനെ നിങ്ങളുടെ ആ ഒരു സിനിമയ്ക്ക് വേണ്ടിയുള്ള കംപ്ലീറ്റ് ഷോട്ടുകൾ നിങ്ങൾക്ക് ഇതിൽ ജനറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ ജനറേറ്റ് ചെയ്തിട്ട് ആ ഒരു ബണ്ടിൽ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഫൈനൽ
സിനിമ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഒരു ബേസിക് കാര്യങ്ങൾ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഓൾറെഡി ഇതിൻ്റെ വർക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഐറയിൽ നിങ്ങളൊരു തിരക്കഥ എഴുതുകയാണെങ്കിൽ ആ ഒരു തിരക്കഥയെ നിങ്ങൾക്ക് കംപ്ലീറ്റ് ഒരു AI ഫിലിമാക്കി മാറ്റാൻ പറ്റും. നിങ്ങൾ എങ്ങനെയാണ് ആ ഒരു സിനിമ ഡയറക്റ്റ് ചെയ്യുന്നതെന്ന് പ്രൊഡക്ഷൻ ഹൗസുകളെ നിങ്ങൾക്ക് വിഷ്വൽ പ്രൂഫായിട്ട് കാണിച്ചു കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾ ഐറയിലൂടെ തന്നെ ഒരു തിരക്കഥ എഴുതി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയിലെ പ്രൊഡക്ഷൻ ഹൗസുകളിലേക്ക് നിങ്ങളുടെ കഥ പിച്ച് ചെയ്യാനായിട്ട് ഐറയിലൂടെ തന്നെ നിങ്ങൾക്ക് ഭാവിയിൽ അപ്പോയിൻമെൻറ്റ് എടുക്കാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു കാര്യമാണ് ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് ബിൽഡ് ചെയ്യാനായിട്ട് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്കറിയാം ഇത് അത്ര ഈസിയുള്ള പരിപാടിയല്ല. ടെക്നിക്കലി നോക്കിയാലും കുറേയധികം കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇനി അത് മാത്രമല്ല പല പ്രൊഡക്ഷൻ ഹൗസുകളുമായിട്ടും സംസാരിച്ച് ഒരു ടൈപ്പിൽ എത്തേണ്ടതുണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നെ ഒരു സൈഡിൽ കൂടെ നടക്കുന്നുണ്ടെന്നുള്ളതാണ്. അപ്പം ഈ ഒരു സാധനം പെട്ടെന്ന് നമുക്ക് പബ്ലിക്കിലേക്ക് റോൾ ഔട്ട് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ എയർലി ആക്സസ് നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള കുറച്ച് പേർക്ക് മാത്രം ഫ്രീ ആയിട്ട് ഇതിൻ്റെ എയർലി ആക്സസ് തരാനായിട്ട് ഉദ്ദേശിക്കുകയാണ്. അപ്പോൾ അത് കിട്ടാനായിട്ട് നിങ്ങൾക്ക് എയർലി ആക്സസ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ തിരക്കഥ എഴുതാം. ഈ പറയുന്ന കണക്ക് AI ഫിലിമിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്ത് നോക്കാം ഫ്രീ ആയിട്ട്. അതുപോലെ തന്നെ പ്രൊഡക്ഷൻ ഹൗസുകളിലേക്കുള്ള ആ ഒരു അപ്പോയിൻമെൻറ്റും കറക്റ്റായിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നേരെ ഈ പേജിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ ജോയിൻ എയർലി ആക്സസ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പേരും ഇമെയിൽ ID യും അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് ഫില്ല് ആവുന്നതാണ്. നിങ്ങളുടെ റോൾ എന്താണെന്നുള്ളത്, അതായത് റൈറ്ററാണോ ഡയറക്ടറാണോ പ്രൊഡ്യൂസറാണോ എന്നുള്ള റോൾ സെലക്ട് ചെയ്യുക. ചെയ്തതിന് ശേഷം നിങ്ങൾ എന്തിനാണ് ഇത് ഉപയോഗിക്കാനായിട്ട് പോകുന്നത്, എന്തിനാണ് നിങ്ങളിത് ഉപയോഗിക്കാനായിട്ട് പോകുന്നത് എന്നുള്ള ആ ഒരു ചെറിയൊരു ടെക്സ്റ്റ് നിങ്ങൾ എന്തെങ്കിലും ഒന്ന് അടിക്കുകയാണെങ്കിൽ അടിച്ചിട്ട് നിങ്ങളിതാ ഗെറ്റ് ഇയർലി ആക്സസ് കൊടുക്കുകയാണെങ്കിൽ ഇങ്ങനെ നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും യു ആർ ഇൻ വി വിൽ ഗീവ് യു ഇയർലി ആക്സസ് ഓൺ. അതായത് നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം സെറ്റപ്പ് ചെയ്തിട്ട് ആ ഒരു പുറത്തേക്ക് ഇത് റോൾ ഔട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ നിങ്ങൾക്ക് ഇയർലി ആക്സസ് തരുന്നതായിരിക്കും. നിങ്ങൾക്കത് യൂസ് ചെയ്ത് നോക്കാനും പറ്റുന്നതായിരിക്കും. അപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങൾ ഇതിലേക്ക് പോയിട്ട് ഈ ഒരു വെയിറ്റിംഗ് ലിസ്റ്റ് ഫില്ല് ചെയ്യുക. കാരണം നമ്മൾ ഒരുപാട് പേർക്കൊന്നും കൊടുക്കുന്നില്ല. ലിമിറ്റഡ് നമ്പർ ഓഫ് ആൾക്കാർക്ക് മാത്രമേ ഇയർലി ആക്സസ് കൊടുക്കുന്നുള്ളൂ. അപ്പം ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് ഈ പറയുന്ന രീതിയിൽ സിനിമയെ ജനാധിപത്യവൽക്കരിക്കാനുള്ള ആ ഒരു ശ്രമത്തിൻ്റെ ഭാഗമാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും തന്നെ ശക്തമായിട്ട് എൻ്റെ കൂടെ നിൽക്കുമെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഈ പറയുന്ന രീതിയിൽ ഐറ എന്ന് പറയുന്ന ആ ഒരു സോഫ്റ്റ്വെയർ, സ്ക്രിപ്റ്റ് റൈറ്റിംഗ് സോഫ്റ്റ്വെയർ നിലവിലുള്ളത് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ കോഡ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് അത് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾ ശരിക്കും സോഫ്റ്റ്വെയർ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് അത് പർച്ചേസ് ചെയ്യാനും നമ്മളെ സപ്പോർട്ട് ചെയ്യാനും പറ്റുന്നതാണ്. മുന്നിലേക്ക് ഇത് ശക്തമായിട്ട് ഈ ഒരു കാര്യം ബിൽഡ് ചെയ്യാൻ, ഈ ഒരു പ്രോഡക്റ്റ് ബിൽഡ് ചെയ്തിട്ട് എല്ലാവർക്കും സിനിമയിലേക്ക് ആ ഒരു ആക്സസ് കൊണ്ടുവരാനുള്ളൊരു ശ്രമത്തിൻ്റെ ഭാഗം കൂടിയാണിത്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും തന്നെ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും